ജോസെ മൊറീനോ റയൽ മാഡ്രിഡിലേക്ക് വരുന്നതിൽ ബാഴ്സലോണ പേടിക്കണം എന്ന് പറയുന്നവരുണ്ടല്ലോ. ശരിക്കും ജോസെ മൊറീനോ വരുന്ന ഈ വർഷം, അതായത് 2023 മുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചരിത്രത്തിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യമേ പേടിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹിസ്റ്ററിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് പറയാനായിട്ട് പോകുന്നത്. ഇത് ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ലെങ്കിലും പലപ്പോഴും ഫുട്ബോളിൽ ഈ ചരിത്രം ആവർത്തിക്കുകയാണല്ലോ എന്ന് പറയുന്ന പോലൊരു സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ബാഴ്സലോണ ശരിക്കും ജോസെ മൊറീനിയോ പേടിക്കണോ? ഇതാണ് ടോപ്പിക്. അപ്പോൾ എന്തായാലും നമ്മൾ വിഷയമായിട്ട് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് നമ്മുടെ കാര്യപരിപാടികൾ യൂട്യൂബിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും യൂട്യൂബിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. നമ്മൾ അങ്ങനെ 9,000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. ഇനി 10K അടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ ഫോളോ ചെയ്യുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്നാവും എന്ന് ഓർമ്മിച്ചുകൊണ്ട് വെൽക്കം ടു AT പോഡ്കാസ്റ്റ് ഫുട്ബോൾ ക്ലബ് ആൻഡ് ദിസ് ഇസ് RJ Attappan. ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് 2010 സ്പെയിൻ വേൾഡ് കപ്പ് പഠിക്കുന്ന ഒരു സമയമുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നേരെ അടുത്ത സീസൺ റയൽ മാഡ്രിഡിലേക്ക്, അതായത് ആ അടിച്ച വർഷത്തെ സീസൺ തുടങ്ങുന്നത് ഈ പറയുന്ന പോലെ തന്നെ ജോസെ മൊറീനോടൊപ്പമാണ്. അതായത് 2010 മുതൽ 2013 വരേക്കുമാണ് ജോസെ മൊറീനോ ദ സ്പെഷ്യൽ വൺ റയൽ മാഡ്രിഡിന്റെ ഹെഡ് കോച്ചായിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ജോസെ മൊറീനോയെ കുറിച്ച് എപ്പോഴും പറയുമ്പോഴും ഈ റിയൽ മാഡ്രിഡിന്റെ ഈ ഒരു ചെറിയ സമയം എന്ന് വേണമെങ്കിൽ പറയാം, ഒരു 3 വർഷം അല്ലെങ്കിൽ 4 വർഷം എന്ന്, 4 വർഷം കൺസിഡർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ എന്നാലും അങ്ങനെ 3 സീസൺസ്. ഈ 3 സീസൺ കൊണ്ട് എങ്ങനെയാണ് റയൽ മാഡ്രിഡിനെ ഈ പറയുന്ന പോലെ തന്നെ ജോസെ മൊറീനോ മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ട്രോഫികളുടെ നമ്പർ വെച്ചിട്ടോ വിന്നിംഗ് പെർസെൻറ്റേജ് വെച്ചിട്ടോ എൽ ക്ലാസിക്കോയിൽ അടിച്ചിട്ടുള്ള ജയങ്ങൾ വെച്ചിട്ടോ ഒന്നുമല്ല. പകരം ഹി വാസ് ബിൽഡിങ്. നമ്മുടെ ടോണി സ്റ്റാർക്ക് അയൺമാനിലൊക്കെ പറയുന്ന ഒരു സാധനമില്ലേ, ഐ എം ദ മെക്കാനിക് എന്ന് പറയുന്ന പോലെ തന്നെ ഹി വാസ് ദ മാൻ ഹൂ ഡിസൈൻഡ് റയൽ മാഡ്രിഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് രമണ എങ്ങനെയാ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 3 സീസൺ കൊണ്ട് റിയൽ മാഡ്രിഡിനെ ശരിയായ റിയൽ മാഡ്രിഡ് ആയിട്ട് മാറ്റാൻ ജോസെ മൊറീനോന് സാധിച്ചു എന്നുള്ളതാണ്. ജോസെ മൊറീനോയെ സംബന്ധിച്ചിടത്തോളവും റിയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളവും ജോസെ മൊറീനോയുടെ സമയം, പുള്ളിയുടെ പേര് വെച്ച് തന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ വൺ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സീസണായി മാറുന്നത് എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ആ സമയം കൊണ്ട് തന്നെ പറഞ്ഞു വരികയാണ്. സ്പെയിൻ വേൾഡ് കപ്പ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബാഴ്സലോണയുടെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് ബാഴ്സലോണ യൂറോപ്പ് ഭരിച്ചിരുന്ന സമയമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെപ് ഗാർഡിയോയുടെ അണ്ടറിൽ ഈ ജോസെ മൊറീനോ ഉള്ള സമയത്ത് മാത്രം 8 ട്രോഫികൾ അടിക്കാൻ ആർക്ക് സാധിച്ചിട്ടുണ്ട്? FC ബാഴ്സലോണയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനകത്ത് ഫിഫ വേൾഡ് കപ്പും ചാമ്പ്യൻസ് ലീഗും ഒക്കെ ഉണ്ട്. അതൊരു ചില്ലറ നമ്പറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. എന്നാൽ അതേസമയം ജോസെ മൊറീനോയ്ക്ക് ആകെ സാധിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് 3 ട്രോഫി ആണെന്നുള്ളതാണ്. ആൻഡ് ഹി വാസ് നോട്ട് ഏബിൾ ടു വിൻ ചാമ്പ്യൻസ് ലീഗ് വിത്ത് റിയൽ മാഡ്രിഡ്. എന്നാൽ വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം കേട്ടോ, സെമി ഫൈനൽ വരേക്കൊക്കെ റയലിനെ എത്തിച്ചിട്ടുള്ള ഒരു കോച്ചല്ലേ, അതും കൺസിക്യൂട്ടീവായിട്ട് എത്തിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഒരു ചില്ലറ കാര്യമല്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അതേസമയം ബാഴ്സലോണയ്ക്ക് ജോസെ ഉള്ള സമയത്ത് തന്നെ എന്ത് പറ്റിയിട്ടുണ്ട്? ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു സംഭവമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. നമ്മൾ എൽ ക്ലാസിക്കോ വിന്നും മറ്റു കാര്യങ്ങളൊക്കെ നോക്കാം. പക്ഷെ എന്നാലും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ട്രോഫി എടുത്തിട്ടും സ്റ്റാറ്റ് ബേസിലും നമ്മൾ മറ്റു കാര്യങ്ങളും എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ജോസെ മൊറീനോയുടെ ഒരു സാധനം അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് ടൈം വിത്ത് റയൽ മാഡ്രിഡ് എന്ന് പറയുന്നത് വലിയ സക്സസ്ഫുൾ ആണെന്ന് പറയാനൊന്നും പറ്റുമൊന്നുമില്ല. ആകെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 2011-2012 സീസണിൽ ബാഴ്സലോണയെ തോൽപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ബാഴ്സയാണല്ലോ എപ്പോഴും ഈ പറയുന്ന പോലെ ലാലിഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റയൽ മാഡ്രിഡ് ബാഴ്സലോണ തന്നെയാണ്. പിന്നെ എപ്പോഴെങ്കിലും ഒരു അത്ലറ്റിക്കോ മാഡ്രിഡോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് സർപ്രൈസ് ചെയ്യുന്നു എന്നല്ലാതെ വേറെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവുന്നില്ലല്ലോ ലാലിഗയിൽ. അപ്പം ആ സമയത്ത് ഈ പറയുന്നത് പോലെ തന്നെ 100 പോയിന്റ്സ് അത് അച്ചീവ് ചെയ്തത് ജോസെ മൊറീനോയുടെ അണ്ടറിലാണ് എന്നുള്ളതാണ്. അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആൻഡ് അങ്ങനെയാണ് അവർ ലാലിഗ 2011-2012 അടിക്കുന്നത് എന്നുള്ളതും മറ്റൊരു കാര്യം തന്നെയാണ് കേട്ടോ. ആൻഡ് അതൊപ്പം തന്നെ കോപ്പ ഡെൽ റേ ഫൈനലിൽ ബാഴ്സലോണയെ തോൽപ്പിച്ചിട്ടുമാണ് ഈ പറയുന്നത് പോലെ തന്നെ എന്ത് വാങ്ങുന്നത്, ആ ട്രോഫി അടിക്കുന്നത് എന്നുള്ളതും കൂടെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ഗലാക്റ്റിക്കോസ് ഉണ്ടല്ലോ, നമ്മുടെ റൊണാൾഡോ മറ്റുള്ളവരൊക്കെ ഉള്ളത്, ഇവരും ഈ പറയുന്നത് പോലെ തന്നെ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് ആയിട്ടൊന്നും കൺസിഡർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്ന ഒരു സമയം തന്നെയാണ്. ആ സമയത്താണ് ജോസെ മൊറീനോ വരുന്നത്, ജോസെ മൊറീനോയുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരുന്നത്, ഈഗോ കൊണ്ടുവരുന്നത്, ആ സാധനങ്ങളെല്ലാം ഫില്ല് ചെയ്ത്
റയലിനെ എന്താക്കി മാറ്റുന്നത്, ഒരു റിയൽ മാൻഡഡ് ആക്കി മാറ്റാൻ സാധിക്കുന്നത് അപ്പോഴാണെന്നുള്ളതാണ്. പിന്നീട് അതായത് ജോസെ മൊറീനോ പോയി കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള കോച്ചുമാർക്കൊക്കെ സുഖമായിരുന്നു. ഇവരെ അങ്ങോട്ട് ജസ്റ്റ് എന്താ പറയുക, മറ്റേ അഴിച്ചു വിടേണ്ട ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ സക്സസ് കിട്ടാൻ ചിലപ്പോൾ ജോസയ്ക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും, ഞാൻ അവിടെയാണ് പറഞ്ഞത്, ബാഴ്സ പേടിക്കണം, ബാഴ്സ ഭയക്കണം എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ ജോസെ ഉള്ളൊരു ടൈമല്ല. ജോസെ മൊറീനോ എങ്ങനെ റയൽ മാഡ്രിഡിനെ മാറ്റും എന്നുള്ളതിലാണ് ഓരോ ബാഴ്സലോണ ആരാധകനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കേണ്ടത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും, എന്തൊക്കെയാണ് ഈ 8 ട്രോഫീസ് 2010 മുതൽ 13 വരേക്കും ബാഴ്സലോണയ്ക്ക് അടിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതായത് 2 ലാലിഗ, 1 കോപ്പ ഡെൽ റേ, 1 സ്പാനിഷ് സൂപ്പർ കപ്പ്, 1 UEFA സൂപ്പർ കപ്പ്, അതുപോലെ തന്നെ ഫിഫ വേൾഡ് കപ്പ് ആൻഡ് 1 ചാമ്പ്യൻസ് ലീഗും ഈ സമയത്ത് അടിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് 8 ട്രോഫീസ്, 20 ട്രോഫീസ് അടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ അതേസമയം റയൽ മാഡ്രിഡിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ലാലിഗ, 1 കോപ്പ ഡെൽ റേ, ഞാൻ പറഞ്ഞില്ലേ ഫൈനലിൽ തോൽപ്പിച്ചുകൊണ്ട്, ആൻഡ് 1 സ്പാനിഷ് സൂപ്പർ കപ്പ് മാത്രമാണ്. അതായത് 3 ട്രോഫീസാണ് ഈ സീസണുകളിൽ 3 സീസണുകളായിട്ട് ജോസെ മൊറീനോയുടെ അണ്ടറിൽ റയൽ മാഡ്രിഡിന് എടുക്കാൻ സാധിച്ചിട്ടുള്ളത്. പല പ്ലേയേഴ്സിനെ അന്നും ഈ പറയുന്നത് പോലെ തന്നെ പിന്നീട് അങ്ങോട്ട് ആ ഒരു ലെഗസിയിലേക്ക് കൊണ്ടുവന്നതും അതിന് തുടക്കമിട്ടതും ഈ പറയുന്നത് പോലെ തന്നെ ജോസെയാണ് എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. ഒരു ബാഴ്സ പേഴ്സ്പെക്റ്റീവിൽ തിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ചരിത്രം ആവർത്തിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ, അതുപോലെയൊക്കെ സംഭവിക്കുമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും സാധ്യത ഉണ്ടെന്നും ഇല്ലയെന്നും ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ കാണണം. പെപ് ഗാർഡിയോള അല്ല ഹാൻസി ഫ്ലിക്ക് എന്നുള്ളത് മറ്റൊരു കാര്യമുണ്ട്. 2 പേരുടെ പ്ലേയിങ് സ്റ്റൈലിലും വ്യത്യാസങ്ങളുണ്ട്, 2 പേരുടെ ഫിലോസഫിയിലും വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ പറയുന്ന പോലെ അതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാഴ്സലോണയ്ക്കുള്ളൊരു മറ്റ് പ്രത്യേകതയായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ വലിയ സൈനിങ്ങുകൾ നടത്തിയ സമയങ്ങളെല്ലാം ബാഴ്സലോണയ്ക്ക് വലിയ ഫ്ലോപ്പുകൾ ഉണ്ടായിട്ടുള്ള സീസണുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചാമ്പ്യൻസ് ലീഗിലായിക്കോട്ടെ, ലാലിഗയിലായിക്കോട്ടെ, അട്ടപ്പട്ടെല്ലാം നമ്മൾ മറ്റേത് പറയില്ലേ മുഞ്ചി എന്ന് പറയുന്നത് പോലത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കും ബാഴ്സ പോവുക. എന്നാൽ എപ്പോഴൊക്കെയാണോ അവർ ഒരു റിക്വയർഡ് ആയിട്ടുള്ള ട്രാൻസ്ഫർ മാർക്കറ്റ് ഇൻവോൾവ്മെൻറ്റ് നടത്തുന്നു, പ്ലസ് ലാമാസിയ വിശ്വാസവും കൂടെ കീപ്പ് ചെയ്യുന്ന സീസൺസ്, ദേ വിൽ ബി സോ പവർഫുൾ, ദേ ക്യാൻ റൂൾ യൂറോപ്പ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സോ എന്തായാലും ചരിത്രം ആവർത്തിക്കുമോ അതോ ആ ചരിത്രത്തിലുള്ള കുറേ മിസ്റ്റേക്സ് എന്ന് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ പൂർത്തിയാക്കാൻ പറ്റാത്തത് ജോസെ മൊറീനോ പൂർത്തിയാക്കാനാണോ ഇപ്രാവശ്യത്തേക്ക് വീണ്ടും റയൽ മാഡ്രിഡിൻ്റെ ഹെഡ് കോച്ച് പട്ടവും അണിഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് അന്ന് പറ്റാതെ പോയ പല കാര്യങ്ങളുണ്ട്, ചാമ്പ്യൻസ് ലീഗ് അടക്കം. അതൊക്കെ പറ്റിക്കുമോ, നമുക്ക് കാത്തിരിക്കാം. എന്തായാലും നിങ്ങൾക്ക് എന്താണ് ദ സ്പെഷ്യൽ വൺസ് റിട്ടേൺ എന്നുള്ളതിനെക്കുറിച്ച് തോന്നുന്നു എന്നുള്ളത് എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇതുവരേക്കും വീഡിയോ കണ്ടിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഹെൽപ്ഫുൾ. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ 10K അടുത്തുകൊണ്ടിരിക്കുകയാണ്, വിച്ച് ഇസ് എ ബ്യൂട്ടിഫുൾ മൈൽ സ്റ്റോൺ. അപ്പോൾ സഹായിച്ചാൽ അതൊരു വലിയ സഹായമായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അത്രേ ഉള്ളൂ. ബെൽ ബട്ടൺ അമർത്തുക, അത്രേ ഉള്ളൂ. അപ്പോൾ ചിൽ കുപ്പിച്ചിൽ.